ഇത് ക്രിസ്മസിന്റെ തലേരാവ്. വെള്ളിത്തല മാർത്തോമ പള്ളിയിൽ കരോൾ നടക്കുന്ന ശാന്തസുന്ദരവും അനുഗ്രഹീതവുമായ ഈ ക്രിസ്മസ് സായാഹ്നം നമ്മെ ഏകദേശം 2025 വർഷത്തിനപ്പുറം ശീതകാലത്തിന്റെ നിശബ്ദതയിൽ ബേത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ പുൽക്കൂടോർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കായി അന്ന് പൂജാതനായ യേശുക്രിസ്തുവിന്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന പാഠങ്ങളിൽ ഒന്നാണ് അത്യാഗ്രഹം. അത് എന്തിനോടായാലും ജീവിതത്തിൽ വിപരീത ഫലങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നത്. അത്യാഗ്രഹത്തിന് കനത്ത വില കൊടുക്കേണ്ടി വന്ന ഒരു ദമ്പതികളുടെ സാങ്കല്പിക കഥ ഞങ്ങൾ സേവ്യ സംഘ അംഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ കോമഡി സ്കിറ്റിൽ കൂടി അവതരിപ്പിക്കുന്നു. അത്യാഗ്രഹത്തിന്റെ കറുത്ത നിഴൽ. എന്റെ സിന്ധു, ഈ പള്ളിയിൽ നിന്ന് വന്നപ്പോ തുടങ്ങി നീ ഈ മൊബൈലിനകത്ത് കയറിയിരിക്കല്ലേ? കാപ്പി വല്ലതും ഉണ്ടാക്കിയോ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഈ തിന്നുന്ന ചിന്ത മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ മൊബൈലിലൊന്ന് നോക്കിക്കേ. നമ്മുടെ ഇവിടെ പുതിയ ഒരു പ്രായം കുറയ്ക്കുന്ന ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്, ഡോക്ടർ ക്രൂസ് ക്ലിനിക്. എന്റെ സിന്ധു, നിനക്ക് വേറെ ഒരു പണിയുമില്ല. ഇതൊക്കെ വന്ന് തട്ടിക്കൊന്നു. എന്റെ ചാണ്ടിച്ചായ ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമല്ല. ഈ മൊബൈലിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും അവിടെ വരെ ഒന്ന് പോവുക. എനിക്ക് അല്പം പ്രായം കുറയ്ക്കണം. നീ എവിടെയായാലും പോയി. ഞാൻ മാത്രമല്ല, എന്റെ ചാണ്ടിച്ചാനും എന്റെ കൂടെ വരണം. ഈയിടെ നമ്മുടെ പള്ളിയിൽ വരുന്ന പറ്റേക്കാളും ചാണ്ടിച്ചാൻ അല്പം പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ട്. ആ സാബുവിനും ആ റജിക്കും ഒക്കെ ഇച്ചിരി ആൾക്കാരം കൂടുതലാണ്. അവരെയൊക്കെ വിചാരം ഒരു വലിയ സുന്ദരന്മാരാണെന്നാണ്. എന്നാൽ ഇനി ആയിക്കോട്ടെ, നമുക്ക് ഒരു വഴി നോക്കാം. നീ പറഞ്ഞു, ഞാൻ അനുസരിച്ചില്ലാന്ന് വേണ്ട. വാ. അപ്പോയിന്റ്മെന്റ് ടൈം ആയല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. മിസ്സസ് കാതറിൻ ഫെർണാണ്ടസ്. യെസ് സിസ്റ്റർ. ഓക്കെ, പ്രായം കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റിന് വന്നതാണല്ലോ. അതെ അതെ അതെ. ബില്ലൊക്കെ അടച്ചല്ലോ? ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററും ഡോക്ടറും എല്ലാം റെഡിയാ. നമുക്ക് പോയാലോ? സിസ്റ്റർ, എനിക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നു. എന്തിനാ ടെൻഷൻ മിസ്സസ് ഫെർണാണ്ടസ്? ഇത് വല്ല തട്ടിപ്പോ വെട്ടിപ്പോ മറ്റോ ആണോ? ഒന്നുമല്ല മിസ്സസ് ഫെർണാണ്ടസ്, ഞാൻ എന്റെ കൂടെ. എങ്കിലും എനിക്ക് ആകെ അങ്ങ് പേടിയാവും. ഒന്നും പേടിക്കണ്ട, എന്നെ ഒന്ന് വിശ്വസിക്കുക. എന്റെ കൂടെ വാ. ഒന്നും പേടിക്കണ്ട. ഓക്കെ ഓക്കെ. Good morning. How can I help you? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഞാൻ ചാണ്ടി, ഇതെന്റെ ഭാര്യ സിന്ധു. മിസ്റ്റർ ചാണ്ടി ആൻഡ് മിസ്സസ് സിന്ധു ചാണ്ടി. ഓക്കെ. പ്രായം കുറയ്ക്കാൻ വന്നതായില്ലയോ? അതെ. ഓക്കെ, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ടൈം 10:30 ഇനി ഒത്തിരി സമയമുണ്ട്. സോ പ്ലീസ് ബി സീറ്റഡ്. ഇത് പറ്റിയതൊന്നും അല്ലല്ലോ. ഒട്ടുമല്ല മിസ്സസ് ചാണ്ടി. എന്തിനെങ്ങനൊക്കെ ചിന്തിക്കുന്നതല്ലേ? അല്ലെങ്കിൽ എന്നെ ഒന്ന് നോക്കിക്കേ. ഞാൻ ഈ ക്ലിനിക്ക് വന്ന പിന്നെ ഇത്രയും സുന്ദരി പ്രായം കുറഞ്ഞതും ഒക്കെ ആയ അതെങ്കിലും ഒന്ന് ചിന്തിക്കരുതോ? സിസ്റ്റർ, ഈ ഡോക്ടർ മലയാളിയോ? ആ പേര് ക്രൂസ്, ഡോക്ടർ ക്രൂസ്. സംശയം. ക്രൂസ് എന്നൊക്കെയാ, മലയാളിയൊക്കെയാ ഡോക്ടർ. പക്ഷെ അതിന്റെ പിന്നില് വലിയൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. ആ ഡോക്ടർ തന്നെ വന്ന് പറയും കേട്ടോ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? ഓക്കെ ഡോക്ടർ.
ചാണ്ടിച്ചാൻ ഓർക്കുന്നില്ലേ ഈ സിസ്റ്ററിനെ? കഴിഞ്ഞ മലയാളി അസോസിയേഷൻ പരിപാടിയില്ലേ, അവർക്ക് എത്ര പ്രായമായിരുന്നു. ഇപ്പൊ ഇവരെ കണ്ടോ, അവര് ചെറുപ്പവുമായി നല്ല സുന്ദരിയുമായി. എനിക്ക് അവരെ നല്ല കോൺഫിഡൻസ് ആയി. Hello, Mr. Chandy and Mrs. Sindhu Chandy. I am Dr. Cruz. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അതെ അതെ, ഞാൻ ചാണ്ടി. ഡോക്ടർ മലയാളിയാ? മലയാളിയായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. മലയാളി എന്ന ബോധം നമ്മുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മുടെ ബുദ്ധി വികസിക്കത്തില്ല. ആ ബോധം മാറ്റിയതോടെ എന്റെ ബുദ്ധി വികസിച്ചു. ഞാൻ ഈ പ്രായം കുറയ്ക്കുന്ന ഒരു യന്ത്രം കണ്ടുപിടിച്ചു. മത്തായി കുര്യാക്കോസ് എന്നതിന്റെ പഴഞ്ചൻ പേര് മാറ്റി ഡോക്ടർ ക്രൂസ് എന്ന പേര് സ്വീകരിച്ചു. എല്ലാം നല്ലത് ഡോക്ടർ. എന്തായാലും ഞങ്ങൾക്ക് ഒരല്പം പ്രായം കുറയ്ക്കണം. ഓക്കെ മിസ്റ്റർ ചാണ്ടി. ചാണ്ടിക്ക് എത്ര വയസ്സ് കുറയ്ക്കണം? എനിക്കൊരു 20 വയസ്സ്. ഡോക്ടറെ എനിക്കൊരു 30 വയസ്സ് കുറയ്ക്കണേ. ഓക്കെ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിരുന്നു. ഞാൻ ബില്ലടിച്ചിട്ട് പോരും കേട്ടോ. സിന്ധു, ഞാൻ പോയി എന്നാ ബില്ല് അടച്ചിട്ട് വന്നേ. എന്റെ സിന്ധു, ഇത് ഞാൻ ഐവി, നിന്റെ ഫ്രണ്ട്. നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അതേടി, ഞാനിവിടെ ട്രീറ്റ്മെന്റ് എടുത്ത പ്രായം കുറച്ചല്ലേ. എങ്ങനെ ഉണ്ടെന്നെ കാണാൻ? എടി, അങ്ങനെ ഇത് പറ്റിയിട്ടൊന്നും അല്ലല്ലേ. പിന്നെ ഒരു കാര്യം, നീ ആ പള്ളിയിൽ ചെല്ലുമ്പോഴേ ആ സൂസിയോടും ആ അച്ചാമ്മയോടും ഒന്നും ഇവരൊന്നും പറയല്ല ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം. അവളുമാരല്ലെങ്കിൽ വരും സുന്ദരിയാകാനും പ്രായം കുറയ്ക്കാനും. ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ലേ. എന്നാ ശരി, ഞാൻ പോട്ടെടി, കുറച്ച് ബിസിയാ, പിന്നെ കാണാം. സിന്ധു, ബില്ലൊക്കെ അടച്ചു കേട്ടോ. പണം കുറേ ആയി. എല്ലാം നല്ലതായി വന്നാൽ മതിയായിരുന്നു. മിസ്റ്റർ ചാണ്ടി, ബില്ലൊക്കെ അടച്ചല്ലോ അല്ലയോ? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ആശുപത്രിയിൽ ആദ്യമേ ബില്ലടച്ചില്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല കേട്ടോ. ബില്ലടച്ചല്ലോ അല്ലയോ? ഓക്കെ ഓക്കെ. അതിനപ്പോ ആരാദ്യം വരുന്നത് ട്രീറ്റ്മെന്റിന്? മിസ്റ്റർ ചാണ്ടിയാണോ മിസ്റ്റർ സിന്ധു ആണോ? പതുക്കെ വന്നാ മതി. ഞാൻ പോയി ആദ്യം ഒന്ന് സുന്ദരിയാകട്ടെ. അതെ, സിന്ധു തന്നെ വന്നാ മതിയേ. എല്ലാം റെഡിയാ, ഡോക്ടറും റെഡി, തിയേറ്ററും റെഡി, നമുക്ക് പോകാം. ഓക്കെ, ചെല്ല്. എല്ലായിടത്തും ഒക്കെ മുന്നേ നിൽക്കാം. എന്തോ ഒരു ഇല്ല അപ്പാ. എന്റെ കർത്താവ്, ഇവിടെ പോയാലും ഈ മനുഷ്യനെ കാണാലോ. അയ്യോ, ഇതാരാ? അച്ഛനോ? അച്ഛനെന്താ ഇവിടെ? അത് പിന്നെ ചാണ്ടിച്ചായ, ഇവിടെ ചികിത്സക്കിടയ്ക്ക് ആർക്കേലും പ്രാർത്ഥനയോ തൈലാഭിഷേകമോ വല്ലോ വേണ്ടി വന്നാലോ അതിനു വേണ്ടി വന്നതാ. അല്ലാതെ ചാണ്ടിച്ചാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ പ്രായമൊന്നും കുറയ്ക്കാൻ വന്നതല്ല കേട്ടോ. എങ്കിൽ ശരി. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു. അച്ഛന്മാർക്ക് പോലും പ്രായം കൊടുക്കണം. അപ്പൊ പിന്നെ നമുക്കല്ലോ സാധാരണക്കാർക്ക് ആകുന്നുണ്ടല്ലോ. സമയം ഇത്രയും ആയല്ലോ. ഈ സിന്ധു പോയിട്ട് ഇതുവരെയായിട്ട് ഇവിടെ കാണാനില്ലല്ലോ. എന്തോ പറ്റിയതാണോ ഇങ്ങനെ? മിസ്റ്റർ ചാണ്ടി, സ്ത്രീകൾ
ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എളുപ്പം വിളിക്കാം. എന്ത് പറ്റി സിസ്റ്ററെ? എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീയല്ലേ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു വിട്ടത്. പിന്നെ എന്റെ സിന്ധുവിന് എന്ത് പറ്റിയെന്നോ? ഞാനത് എങ്ങനെ പറയും മിസ്റ്റർ ചാണ്ടി? എനിക്ക് പറയാൻ വയ്യ. ആ ഡോക്ടറുടെ കയ്യിലായിരുന്നു മെഷീന്റെ ഫുൾ കൺട്രോള്. അതുകൊണ്ട് ഡോക്ടർ തന്നെ അതിന്റെ ഉത്തരവാദി. ഡോക്ടർ വന്നിട്ട് എല്ലാം വിശദമായിട്ട് പറയും. ഒരു സത്യമുണ്ട് അതിനകത്ത്, ചില സമയത്ത് ഈ ഡോക്ടർക്ക് ചില്ലറ വട്ടല്ല കേട്ടോ. നമ്മളാണ് എന്റെ സിദ്ധു കൊച്ചിന് എന്തോ പറ്റിയോ? ഡോക്ടറെ, എന്റെ ഭാര്യക്ക് എന്ത് പറ്റിയെന്നോ? മിസ്റ്റർ ശാന്തി, സത്യത്തിൽ ചെറിയൊരു കയ്യബദ്ധം പറ്റിയെങ്കിലും നമുക്ക് രണ്ടുപേർക്ക് സന്തോഷിക്കാം.